വചന ശുശ്രൂഷയ്ക്ക് അസ്ഥിരകരമായി തീരുവാൻ തക്കം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ അറിയുന്നവൻ, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവൻ, നമ്മുടെ അവസ്ഥകളെ സാഹചര്യങ്ങളെ അറിയുന്നവനായ കർത്താവിനെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഈ ആരാധന കർത്താവിന് പ്രസാദകരം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹകരമായി തീരുവാൻ തക്കം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിൽ സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും എത്രയും പേർ ഇതിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നല്ല സന്ധ്യയ്ക്കായി അടിക്കൽ കഴിഞ്ഞ പകലിൽ വിവിധ ഇടങ്ങളിലായി ദൈവദാസ്യദാസന്മാർ ദൈവമക്കൾ സഭയായും ഒക്കെ ആരാധിപ്പാനൊക്കെ ചെയ്യുന്നു. ശുശ്രൂഷകളെയൊക്കെയും മാനിച്ചുവല്ലോ, ശുശ്രൂഷിപ്പാൻ ദൈവദാസന്മാരെയൊക്കെയും ശക്തീകരിച്ചുവല്ലോ. ജനത്തെ അവിടെ നവീകരിച്ചതിനാൽ അങ്ങയുടെ സ്തോത്രം. എങ്കിലും വീണ്ടും അടിയങ്ങൾ കർത്താവേ, ഈ സന്ധ്യയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ആരാധിച്ചു വരുന്നതുകൊണ്ട് ഈ ആരാധന സന്ധ്യയിൽ അടിയിൽ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കൂടി വരുന്നു. സഹായിക്കണമേ. കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യും. എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങൾ പരമേൽപ്പിക്കുന്നു. അവരുടെ കൃപ വീണ്ടും പോലെ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എല്ലാം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കും. ഇതിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ എത്രയും വേഗം ചെയ്യുവാൻ സഹായിക്കണമേ. അത് ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഇവിടുത്തെ നാമമഹത്വത്തിനും ജനത്തിന്റെ വിടുതലിനൊക്കെയും കാരണമാക്കണമേ. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടിവിച്ചടിയങ്ങൾക്ക് രക്ഷിച്ച കർത്താവിന്റെ സന്നിധാനം രക്ഷിതാവായ കർത്താവിന്റെ മുൻപാകെ അടിയങ്ങളായിരിക്കും. അടിയങ്ങളുടെ വീണ്ടെടുപ്പുകാരനും പരിപാലകനും സഹായികനും വൈദ്യനും ഗുരുവുമായ എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കൽ. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ വിടുതലുകൾക്ക് വേണ്ടി അടിക്കും പ്രാർത്ഥിക്കും. അടിയങ്ങളെയും അടിക്കുള്ള കുഞ്ഞുങ്ങളെയും തലമുറകളെയെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. അവരുടെ പഠനം ഭാവിക്ക് വേണ്ടി ഒക്കെ അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് സഹായിച്ചാണ്. ഈ രാത്രിയിലത്തെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കണമേ. വചന ശുശ്രൂഷ കർത്താവ് അനുഗ്രഹകരമാക്കി തീർക്കണമേ. വചന ശുശ്രൂഷിക ദൈവദാസനെ കുരിശിന്റെ മറവിൽ മറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കടന്നു വരുന്ന ജനത്തിന് ഹൃദയങ്ങളെ അറിഞ്ഞ് ശുശ്രൂഷിക്കുവാൻ കൃപ ചെയ്യുമാറാകണമേ എന്നുണ്ട്. ആദ്യോടൊന്നും തിരുസാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണം. എല്ലാത്തിനായി സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു പിതാവേ, കൃപയുള്ള. നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയും കൃപ തുണിക്കായൂരിടണേ, ഇനിയും കടകണി തിരുഹിതം പോ, ഇനിയും കൃപ തുണിക്കായൂരിടണേ, ഇനിയും കടകണി തിരുഹിതം പോ. ഓടുന്നതല്ല ഞാൻ, ദൈവം നമ്മെ നേടിയതോ. ദൈവമെല്ലാം ദൈവം നമ്മെ നേടിയതോ. ദൈവമെല്ലാം തന്നതല്ലേ, നടത്തിയോ വിടങ്ങൾ തോന്നിടുമ്പോൾ നന്ദിയുടെ സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോട് സ്തുതി പാടിടാം. ഇത്രത്തോളം ദൈവം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. തിരുഹിതം പോ, സാധ്യതകളോ സ്ഥാപിച്ച് പോയിടുമ്പോൾ സോദരങ്ങളോ
പകന്നങ്ങ് മാറിടുമ്പോൾ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ സോദരങ്ങളോ അകന്നങ്ങ് മാറിടുമ്പോൾ സ്നേഹത്താൽ വീണ്ടെടുക്കൊണ്ടേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കൊണ്ടേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തിടും പോകും. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോൾ തകർക്കുന്നുണ്ട് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവർത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവർത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സ്തോത്രം. ജോണച്ചൻ ദൈവസനി നമുക്ക് പിന്നെ ദൈവസനി പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലത്തെ ഈ ആരാധന ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞുള്ള ശുദ്ധീകരണത്തോടുകൂടെ കർത്താവിന്റെ അടുക്കിലേക്ക് പിന്നെ നമുക്ക് അടുപ്പിച്ചെല്ലാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കണമേ. അതിനെ സൂക്ഷിക്കുക ദൈവദാസനെ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടതിനായി കേൾവിക്കാരായി നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവത്തിന്റെ പ്രസാദവും നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിയ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. അതിനായി ദൈവരംഗേൽപ്പിച്ച് നമുക്ക് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായികൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ജോണച്ചാൻ പ്രാർത്ഥിക്കും. സർവ്വത്തിന്റെ ദൈവനായ ഞങ്ങൾ നല്ല കർത്താവേ, വാത്സല്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനടി കൃപതനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പകൽക്കാലം നല്ലൊരു ആരാധന കഴിഞ്ഞ് വീണ്ടും ഒരു ആരാധനയെ കർത്താവ് ഞങ്ങൾ നടത്തുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ആരാധനയിൽ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ കൂടെ ഉണ്ടാകുന്നതിനായ പ്രാർത്ഥിക്കും. കർത്താവിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് വന്നതുപോലെയല്ല മടങ്ങിപ്പോണ്ട് പുസ്തകത്തോടെ ശുഭ പ്രാവശ്യം മടങ്ങിപ്പോകാൻ ഇടയാകുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മെസ്സേജ് നൽകുന്ന കർത്താവ് ദൈവദാസ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ആരാധനയും കർത്താവ് ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായി സ്തോത്രം. ഇത് ലീഡ് ചെയ്യുന്ന കർത്താവെ സനോജ് പാസ്റ്ററേയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കർത്താവ് അനുഗ്രഹിക്കുന്ന വഴി നടത്തുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്നതായി സ്തോത്രം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തക്ക സമയത്ത് കടന്നു വന്ന് കർത്താവിനെ ദൈവത്തെ ആരാധിക്കുവാൻ കൃപ നൽകുന്നതായി പ്രാർത്ഥനയുടേതായി സ്തോത്രേശിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ ഇതിൽ പ്രവേശിച്ചിരിക്കുന്നതായ എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനവും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് സഹായിച്ചാട്ട് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കണം. ഇന്ന് രാത്രിയിൽ വചനം ശുശ്രൂഷിക്കുന്ന രാകേഷ് പാസ്റ്ററാണ്. കർത്താവിന്റെ ദാസനെ ദൈവമായ കർത്താവ് ഉപയോഗിക്കുവാൻ തക്കം ഈ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം എഴുതിയിരിക്കുന്നു. കൂടിവരവുകളൊക്കെ എല്ലായിടത്തും ജയോത്സവമായി കൂടി വരണമെന്നാണ് ദൈവമായ കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി സകലത്തെയും ജയിച്ചവനാകയാൽ മരണത്തെയും പാതാളത്തെയും ലോകത്തെയും ജയിച്ചവനായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടെ ആയിരിക്കും. നാം അവന്റെ സന്നിധാനത്തെങ്കിലായിരിക്കും. നമ്മുടെ കൂടിവരെ എപ്പോഴും ജയോത്സവമായി തീരട്ടെ. അതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. രാത്രിയിൽ സംസാരിക്കുന്ന വചനം നമുക്ക് ഓരോരുത്തർക്കും ഓരോ വാക്കും നമ്മെ ബലപ്പെടുത്തുന്നതായി തീരത്തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. ദൈവദാസനെയും കുടുംബമായും സഭയായും ഒക്കെ അനുഗ്രഹിക്കുമാറാകണേ. ഇനിയും പ്രാർത്ഥനയെ സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും വേഗം കടന്നു വരട്ടെ. അതിനായി ദൈവം ലഭിച്ച പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിലായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായി രാകേഷ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വീണ്ടും ഒരു സന്ധ്യാസമയം നമുക്ക് കർത്താവിനെ സഭായോഗമായി കൂടുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന കൃപയോർത്ത് കർത്താവിൻ്റെ ദൈവം വിശ്വസിച്ച് നമ്മോട് കർത്താവ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് ഈ 2025 വർഷം മാർച്ച് മാസം 23 തീയതി സന്ധ്യാസമയം ഞായറാഴ്ച ബ്ലസ്മിയുടെ ഈ ഞായറാഴ്ച കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു. പ്രത്യേകമായി രാജപാസനായി സ്തോത്രം ചെയ്യുന്ന അധ്യക്ഷനായിരിക്കുന്ന രാജപാസനായി സ്തോത്രം, ഗ്രേസ്യാൻഡിക്കായി സ്തുതിക്കുന്നു. ജോണച്ചനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. മറ്റുള്ള കൂട്ടായ്മയുള്ള എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കും സഹായിക്കട്ടെ. ഒരാഴ്ച കൂടി കർത്താവ് നമ്മളെല്ലാം ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ബൈബിൾ ക്ലാസ്സിന് ശേഷം ഇന്ന് ഈ ഞായറാഴ്ച നമുക്ക് വീണ്ടും കൂടുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന നമ്മുടേതായ കൂട്ടായ്മകളിൽ നമ്മുടേതായ പ്രാദേശിക സഭയിൽ ഇന്നത്തെ സഭായോഗം കൂടിയ ശേഷം ഇങ്ങനെ ഓൺലൈനിൽ നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നത്. സ്തോത്രം ചെയ്യുന്ന അനേക ദേവദാസന്മാർക്ക് ദൈവമക്കൾക്ക് അവസരമില്ലാതെ ഭാരപ്പെടുമ്പോൾ സ്വന്തമായ ആലയങ്ങൾ ഉണ്ടായിട്ട് ആലയങ്ങളൊക്കെ പൂട്ടപ്പെട്ട അനുഭവത്തിൽ അവരുടേതായ വീടുകളിൽ ഇരുന്ന് ആരാധിക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ അനുഭവങ്ങൾ സ്തോത്രം മറ്റനേക രോഗത്താൽ നിമിത്തമായി അവർ ആശുപത്രിയിലോ ഭവനങ്ങളൊക്കെ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള സൂമും ഗൂഗിൾ മീറ്റ് വഴിയായൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് നൽകുന്ന അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്. അതെല്ലാം എന്നാൽ രോഗാവസ്ഥകളോ മറ്റുള്ള പ്രയാസമൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അനേക ദൈവദാസന്മാർ ദൈവമക്കൾ പീഡ അനുഭവിക്കുമ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ ജയിലിലെ ആ തടവറയിലും കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ മറക്കാതെ അവർ അത് ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ അല്പമായ ശാരീരിക പ്രയാസം ഉണ്ട് എന്നല്ലാതെ സ്തോത്രം മറ്റുള്ള വലിയ കാര്യമായുള്ള മാനസിക പ്രയാസങ്ങളോ സംഘർഷമൊന്നും ഇല്ലാതെ കർത്താവ് നമ്മളെ നയിക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. എന്നാലും അത് ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതെ നമുക്കിങ്ങനെ കൂടി വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ ആ മഹാപ്രവൃത്തി ഓർത്ത് ദൈവത്തിൻ്റെ ആ നിത്യസ്നേഹത്തെ ഓർത്ത് നമ്മളുള്ള കർത്താവിൻ്റെ ദൈവം വിശ്വസത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് മീഡിയയിലെ എല്ലാ ദേവദാസന്മാർക്കും പ്രാർത്ഥനാ സഹകാരികൾക്കും അത് അഡ്മിനായിരിക്കുന്ന സനോജ് പാസ്റ്ററും അതുപോലെ DK പാസ്റ്റർ എല്ലാവരെയും കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യട്ടെ. എന്നോളം ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് വചന ശുശ്രൂഷ ചെയ്ത എല്ലാ ദേവദാസന്മാരെയും കർത്തദാസിമാരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. സ്വതപാട്ടുകൾ പാടി അത് ലീഡ് ചെയ്യാൻ പലപ്പോഴും എനിക്ക് സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ തന്നെ ലീഡ് ചെയ്യാൻ മറ്റനേകരെയും കർത്താവ് സഹായിച്ചുള്ള ബലപ്പെടുത്തിയുള്ള അവരെല്ലാം അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന ഒരു സഭായോഗം കൂടി കർത്താവിൻ്റെ വചനമായി നിൽപ്പാൻ കർത്താവ് എന്നോട് കാണിക്കുന്ന കരുണയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നമ്മുടെ ചില കർത്തദാസന്മാർക്ക്
അവരായ കമ്മിറ്റിയുടെ മീറ്റിങ്ങുകളിലുണ്ട്, അതിൻ്റെതായ ബന്ധപ്പാടെല്ലാം അവരായിരിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെല്ലാം കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കുഞ്ഞുങ്ങളുടെ പരീക്ഷ പലരുടെയും കഴിഞ്ഞു, പലരുടെയും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം എഴുതാൻ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് കർത്താവ് സൗഖ്യം, ആശ്വാസം നൽകട്ടെ. ഈ പ്രവർത്തനങ്ങൾ കർത്താവ് വിശാലമാക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനേക വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ, അത് ദേവദാസന്മാർക്ക് വന്ന് കൂടുവാൻ, ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ, അതുപോലെ സാമ്പത്തിക വിഷയങ്ങളൊക്കെയുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്യുവാനൊക്കെ കർത്താവ് ഈ ഗ്രൂപ്പിനെ ബലപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതെല്ലാം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അതെല്ലാം കർത്താവ് സമയങ്ങൾ എഴുതി വെക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മറക്കാത്ത ദൈവം ആണെങ്കിലും സ്തോത്രം. വചനം പറയുന്ന അതേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ പുസ്തകമാണ്. നാം എല്ലാവരും ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ അതെല്ലാം അത് സമയാസമയങ്ങൾ എഴുതപ്പെട്ട് തിട്ടപ്പെട്ടിരിക്കുക. സ്തോത്രം. നാം അവിടെ എത്തുമ്പോൾ അതേ നമുക്ക് ലഭിക്കേണ്ടതായ ഹല്ലേലൂയ അവിടെയുള്ള അതേ പ്രതിഫലം ലഭിക്കേണ്ട ദിവസത്തിൽ അതെല്ലാം നമ്മൾ വായിച്ച് കേൾപ്പിക്കുമല്ലോ. അതോർത്ത് സ്തോത്രം ചെയ്യുന്ന അന്ന് ലജ്ജിച്ചു പോകാതെ ദൈവസന്നിധിയിൽ അതേ സ്തോത്രം മഹത്വം നൽകുവാൻ കർത്താവ് ഈ നാളുകളിൽ നമുക്ക് അത് ലഭിക്കുന്ന അവസരങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ അതെല്ലാം ഉപയോഗിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മറ്റനേകരെ സഹായിപ്പാൻ കർത്താവ് നമുക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചന ധ്യാനത്തിന് വേണ്ടി ചില ഭാഗങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് പറയുന്ന പോലെ സ്തോത്രം, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഞാൻ ഉണർത്തുവാനും ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. പുതിയതൊന്നും എൻ്റെ മാനുഷ്യമായ ചിന്തയിൽ നിന്ന് ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും കർത്താവ് അനുഭവിച്ച് തന്നിട്ടില്ല. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവവചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അത് മാത്രം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതുതന്നെയാണല്ലോ കർത്താവ് എന്ത് ആഗ്രഹിച്ചോ ആ ആഗ്രഹപ്രകാരം, ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എഴുതപ്പെട്ട വചനം, അതിൻ്റെ സത്യം മനസ്സിലാക്കി ആ സത്യത്തോടുകൂടെ അത് സഭയിലായിക്കോട്ടെ അവിശ്വാസികളോടായിക്കോട്ടെ അത് പങ്കുവെക്കാൻ വേണ്ടി നമ്മളെല്ലാം കർത്താവ് വിളിച്ച് വേർതിരിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതിൻ്റെ ഓരോ അംശങ്ങളായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നമുക്ക് ഉള്ള ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ആരോഗ്യത്തിലും ബലത്തിലും ഒക്കെ ആയിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് നമ്മളെ വിവിധ ദേശങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ പട്ടണത്തിലും ഗ്രാമത്തിലൊക്കെ ആക്കി വെച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ തലമുറ അത് നിമിത്തമായി അനുഗ്രഹിക്കപ്പെടട്ടെ. എവിടെ ആയിരുന്നാലും നമ്മുടെ തലമുറകൾക്കൊന്നും അതിനൊന്നും ഒരു ദോഷം വരാതെ കർത്താവ് അവരെല്ലാം ഉള്ളം കയ്യിൽ വഹിക്കട്ടെ. അവരെ കഷ്ടകാലത്ത് കർത്താവിൽ തന്നെ ആശ്രയം വെച്ച് മുന്നേറുവാൻ അവരെല്ലാം ദൈവത്തിന് ആത്മാ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് എൻ്റെ വിഷയം സ്തോത്രം വേർപാടാണ് എൻ്റെ വിഷയം. അതിൽ 2 വേർപാടും വിടും. സ്തോത്രം. ദൈവം മനുഷ്യനെ വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ചില വേർപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ചില വേർപാടുകൾ ദൈവം ചെയ്തിട്ടുണ്ട്. എന്നെ കേൾക്കാമല്ലോ അല്ലേ? രാജൻ മാസ്റ്ററെ കേൾക്കാം? ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ വേർപാട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പല കാര്യം വേർതിരിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് പെട്ടെന്ന് വേർപാട് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ വേർപാട് നമ്മുടെ ചിന്തയിൽ ആദ്യം വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ചിന്തയിൽ അതല്ല വരുന്നത്. സ്തോത്രം. നമുക്ക് നമ്മുടെ മാതാവിൻ്റെ, ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെയും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അമ്മായിമ്മയുടെ വേർപാടൊക്കെ എനിക്ക് പറയാനുള്ളൂ. അമ്മായിപ്പനെ ഞാൻ കണ്ടിട്ടില്ല. സോ അതിന് മുമ്പേ തന്നെ വേർപെട്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ള വേർപാട് നമുക്ക് മനുഷ്യമായ വേർപാട് നമുക്ക് ആദ്യം ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം വേർപാടിനെ ദൈവം നന്മയായി തീർത്തിട്ടുള്ളൂ. സ്തോത്രം. ദൈവസന്നിധിയിൽ വേർപാടുന്ന കാര്യം, ആ വാക്ക് അത് നന്മയാണ്, അത് ഗുണമാണ്, അനുഗ്രഹമാണ്. 1-2 വാക്യങ്ങൾ കൂടി വായിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പത്രോസ് പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ഞാനൊന്ന് ഓർപ്പിക്കുക മാത്രം എൻ്റെ ഉദ്ദേശമുള്ളൂ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് നമുക്ക് സഭായോഗം, കൂട്ടായ്മയൊക്കെ വെച്ചിരിക്കുന്നത്. പല കാര്യം നമുക്കറിയാം, പല കാര്യം നമ്മൾ പ്രാപിക്കുന്നുണ്ട്. നാം ഒറ്റയ്ക്ക് ധ്യാനിക്കുന്നുണ്ട്, കുടുംബമായിട്ട് ധ്യാനിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ കൂട്ടായ്മയിലാണ് പല ആശയങ്ങൾ. എനിക്ക് ഇന്ന് പകൽ പോയ സഭായോഗത്തിൽ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ പറയാൻ ചിന്തിച്ച ഈ വാക്യം അതിനോട് ചേർന്ന് തന്നെയാണ് അവിടുത്തെ സഭാ പാസ്റ്റർ സംഗീതത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷമായി തോന്നി. അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ എനിക്ക്
ഒരു ഉത്സാഹമുണ്ടായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വം. അപ്പം എൻ്റെതായ ആശയങ്ങൾ ദൈവം എന്നോട് മാത്രം സംസാരിച്ച് എനിക്ക് ലഭിക്കുന്ന വെളിപ്പാട് ദർശനമോ അല്ലെങ്കിൽ വ്യാഖ്യാനം മാത്രം പറയല്ല. നാം ദൈവസഭയിൽ ഇരിക്കുമ്പോൾ, കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ, മറ്റുള്ള ദേവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ആ വചനം എന്നോട് ഇടപെടുകയും ആ വചനത്തിൽ കൂടി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോ അന്നോ ചിന്തിച്ച ധ്യാനിച്ച വചനത്തോട് ചേർന്ന് അതേ വാക്യങ്ങൾ വരുമ്പോൾ, വചനങ്ങൾ വരുമ്പോൾ, ആശയങ്ങൾ വരുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ഭക്തന് ഒരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ഭക്തന് ഒരു സന്തോഷമാണ്. അങ്ങനെ പല തവണയും നമ്മുടെ ഈ കൂട്ടായ്മ ഞായറാഴ്ച ആയിക്കോട്ടെ, പ്രത്യേകമായി BS തോമസ് പാസ്റ്ററിൻ്റെ ക്ലാസ്സുകളായിക്കോട്ടെ, അങ്ങനെയൊക്കെ വചനങ്ങൾ പല തവണയും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ ആശയങ്ങൾ എന്നോട് ഇടപെട്ടത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് രാജൻ പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിലായിക്കോട്ടെ, ബിനുമോൻ പാസ്റ്ററിനായിക്കോട്ടെ, ജിനീഷ് പാസ്റ്ററിൻ്റെ, അതോ സനോജ് പാസ്റ്ററിൻ്റെ, ആര് ഇവിടേക്കെല്ലാം അവിടെ പ്രസംഗം വളരെ ചുരുക്കം ആൾക്കാരുടെ മാത്രം അല്ലാതെ പോയിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ ഒത്തിരി എന്നെ സ്പർശിച്ചോ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ വചനം പറയുന്നത് സ്തോത്രം, വെളിച്ചം, ആ 1-ാം അധ്യായം ഉൽപ്പത്തി 1:4 നമ്മൾ വായിക്കുകയാണ്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ട് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ട് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. സ്തോത്രം. ദൈവം തന്നെയാണ് വേർപിരിച്ചത്. സ്തോത്രം. ഇരുട്ടിന് മുമ്പേ വെളിച്ചം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. പക്ഷേ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ, വെളിച്ചത്തിൻ്റെ അതിൻ്റെതായ ആ രസം അല്ലെങ്കിൽ രുചിയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഗുണം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്നെ ചെയ്തൊരു കാര്യം, ദൈവം ഒരു വേർപാട് കൽപ്പിച്ചു. ദൈവം വെളിച്ചം ഉണ്ടാക്കിയിട്ട് വെളിച്ചവും അതേ ഇരുളും തമ്മിൽ വേർപിരിച്ചു. അതുകൊണ്ട് എന്ത് ദൈവം ഉദ്ദേശിക്കുക? അതുകൊണ്ട് ഇരുളിൻ്റെ പ്രാധാന്യവും വെളിച്ചത്തിൻ്റെ പ്രാധാന്യം തമ്മിൽ അത് വേർതിരിക്കുവാനും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുവാൻ, അത് തൻ്റെ സൃഷ്ടികൾക്ക് അത് മനസ്സിലാക്കുവാൻ ആണ് ദൈവം അത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അതൊരിക്കലും അത് തിന്മയല്ല, നന്മയാണ്. ഇരുട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇരുട്ടുകളുടെ അനുഭവങ്ങൾ ഒരു വശത്തിൽ കൂടി അത് തിന്മയായി നമ്മൾ ചിന്തിക്കും, അത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും സ്തോത്രം, ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ അതിനെ നന്മയാക്കി തീർക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കായ സ്തോത്രം. നല്ലൊരു ഉദാഹരണം, രാത്രി കഴിഞ്ഞാൽ ഒരു പകലുണ്ട്. എന്നും രാത്രിയല്ല. രാത്രി സമയം കഴിഞ്ഞാൽ ഒരു പകൽ ഉണ്ട്, ഒരു പ്രഭാതമുണ്ട്. സ്തോത്രം. സൂര്യൻ ഉദിക്കുന്ന സമയമുണ്ട്. സൂര്യൻ അസ്തമിച്ചാൽ അത് ഉദിപ്പിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കായ സ്തോത്രം. അല്ലെങ്കിൽ രാത്രി മുഴുവനും അതേ ചിലപ്പോൾ പല വേദന കൊണ്ട് നമ്മൾ ഭാരപ്പെട്ടു പോകുന്ന രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. രോഗനിമിത്തമോ കടഭാര നിമിത്തമോ മക്കളുടെ വിഷയം നിമിത്തമോ സഭയുടെ വിഷയം നിമിത്തമോ ഒരു വ്യക്തിയുടെ നിമിത്തമായിട്ടോ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ നിമിത്തമായിട്ടോ ഒക്കെ ആയിട്ട് പല രീതിയിൽ അയൽവാസ നിമിത്തമായിട്ടോ ഒറ്റൊരു വാക്ക് നിമിത്തം രാത്രികൾ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ആ രാത്രി, ഓരോ രാത്രി കഴിയുമ്പോൾ ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവം വെളിച്ചം ഉണ്ടാക്കിയപ്പോൾ അത് നല്ലതെന്ന് ദൈവം തന്നെ കണ്ടു. മാത്രമല്ല, ദൈവമാണ് വെളിച്ചങ്ങളുടെ ദൈവമാണെന്ന് വചനം പറയുന്നത്. അവൻ വെളിച്ചങ്ങളുടെ ദൈവമാകുന്നു, ദൈവം തന്നെ വെളിച്ചമാകുന്നു. ദൈവത്തിൽ ഇരട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ വെളിച്ചമാകുന്ന ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി അല്ല, തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി, ഭൂമിയിലുള്ള സൃഷ്ടികൾക്ക് വേണ്ടി വേറൊരു വെളിച്ചം, സൂര്യൻ എന്ന് പറയുന്ന വെളിച്ചവും ചന്ദ്രൻ എന്ന് പറയുന്ന വെളിച്ചവും നക്ഷത്രങ്ങൾ, ഗോളങ്ങളൊക്കെ ഉള്ള വെളിച്ചങ്ങളെ, കൊച്ചു കൊച്ചു വെളിച്ചങ്ങൾ ദൈവം തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ അതെല്ലാം നല്ലെന്ന് കണ്ടിട്ട് ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിച്ച് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വെളിച്ചത്തിൻ്റെ ആ ഗുണം മനസ്സിലാക്കാൻ വേണ്ടി, കൂടുതൽ അതിൻ്റെതായ അനുഗ്രഹം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഇരുൾ വരുമ്പോഴാണ് അത് വെളിപ്പെട്ട് വരുന്നത്. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന ഇരുളുടെ അനുഭവം നമുക്കറിയാം. പാപം ചെയ്യുന്ന നിമിത്തം, അനുസരണക്കേട് നിമിത്തം പാപമായി. ആ പാപം നിമിത്തം അവരുടെ ജീവിതത്തിൽ അത് വേർപാട് വന്നു. സ്തോത്രം. അത് ആത്മീയമായ വേർപാടായിരുന്നു. അവർ അക്ഷയമായി ആത്മീയമായാണ് മരിച്ചത്. സ്തോത്രം. അത് നിമിത്തം ദൈവം എന്ത് ചെയ്ത് അവരെ ആ ഏതേൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. ദൈവത്തിൽ നിന്ന് ഒരു വേർപാട് വന്നു. എന്നാൽ സ്വർഗീയമായ അനുഭവത്തിൽ നിന്ന് ഒരു വേർപാട് ദൈവം കൽപ്പിച്ചു. അത് ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി കഴിച്ച് ആ നിത്യതയോളം അവർ പാപികളായി അങ്ങനെ നിന്നേനെ. പക്ഷെ അത് ചെയ്യാതിരിപ്പാൻ ദൈവം അവരെ വേഗത്തിൽ തന്നെ ഈ പാപം ചെയ്ത നിമിത്തം ഏത് സമയത്ത് അത് ചെയ്തു ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം അവരെ വേഗത്തിൽ തന്നെ അവരെ ഏതിൽ നിന്ന് പുറത്താക്കിയെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ വേർപാട് ആരംഭിച്ചു. ആത്മീയമായ വേർപാട് ആരംഭിച്ചു, ശാരീരികമായ വേർപാട് ആരംഭിച്ചു. പറഞ്ഞു മരണം, ഇത് നിമിത്തമായി മരണം
അതെന്ന കാര്യം നിങ്ങളുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു. മനുഷ്യന് മാത്രമല്ല സകല ജീവികൾക്കും അതേ മരണം സംഭവിച്ചു. അതിനു മുമ്പ് വരെ മരണം ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ മനുഷ്യൻ്റെ പാപം നിമിത്തം മനുഷ്യന് മാത്രമല്ല സകല ജീവികൾക്കും അതേ ദൈവത്തിൻ്റെ സകല സൃഷ്ടികൾക്കും മരണം വന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആദ്യ മനുഷ്യൻ്റെ അത് അവിശ്വാസ നിമിത്തം അതേ മനുഷ്യൻ്റെ സ്തോത്രം ആ സംശയ നിമിത്തമൊക്കെ ആയിട്ട് അതായത്തെ ആ പാപം നിമിത്തം അവർ പിൻതലമുറ അല്ലെങ്കിൽ ആദ്യത്തെ തലമുറയാകുന്ന കൈനിലും ഹാബേലിലും അതേ സ്വതം ജ്യേഷ്ഠൻ അനിയനെ കൊല്ലുന്ന അതേ സ്വതം കൊലപാതകത്തിൻ്റെ പാപം അത് ഉടലെടുത്തു, അത് ഗർഭം ധരിച്ചു. സ്തോത്രം. അപ്പോൾ പാപത്തിന് തുടക്കം അവിശ്വാസമായിരുന്നു, അനുസരണക്കേടായിരുന്നു. പക്ഷേ പിന്നെ ഫലങ്ങൾ അത് രണ്ടാമത്തെ ഫലം കാണുന്നത് അത് കൊലപാതകമായിരുന്നു. പിന്നെയുള്ള കാലങ്ങൾ ഈ സമയം വരെ നമുക്കറിയാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് പലവിധമായ പ്രവൃത്തികൾ വന്നു. മനുഷ്യൻ ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അത് വ്യഭിചാരം, അങ്ങനെ ഓരോരോ ഇഷ്ടംപോലെ ധാരാളം പാപത്തിൻ്റെ പ്രവൃത്തികൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ആ പാപത്തിൻ്റെ ആ ഫലമാണ്, അതിന് ശക്തിയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വേർപാട്, ആദ്യത്തെ വേർപാട് മാനുഷികമായ ശാരീരികമായ ഒരു വേർപാട് ആദ്യം സംഭവിക്കുന്നത് ഹാബേലിൻ്റെ മരണത്തോടെയാണ്. സ്തോത്രം. അപ്പോൾ ആത്മീയമായ വേർപാട് നിമിത്തമായി അത് അവരുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് ശാരീരികമായ വേർപാടിലേക്ക് അത് തിരിയാണ്. സ്തോത്രം. ദൈവമക്കൾ ഹല്ലേലൂയ. കർത്തദാസന്മാർ, അത് നമ്മുടെ ജീവിതത്തിലും അത് ഈ കാര്യങ്ങൾ ഹല്ലേലൂയ അത് ഭയപ്പെടാൻ വേണ്ടിയല്ല ദൈവം അത് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഹാബേലിൻ്റെ ആ മരണം നിമിത്തം ഒരു ഷേത്ത് അതേ ജന്മമെടുത്തു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ അതിൽ നിന്ന് ഷേത്തിന് ജന്മം നിമിത്തം ഷേത്തിന് തലമുറയ്ക്ക് പിന്നെ അവർ ദൈവത്തിന് മക്കൾ എന്ന് അറിയപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന ഒരു ജനമാണ് ഷേത്തിൽ നിന്ന് പിന്നെ ജനിക്കപ്പെടുന്നത് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് എല്ലാം ഉദ്ദേശങ്ങളുണ്ട്. ആ വേർപാടുകളൊന്നും അത് വ്യർത്ഥമായി പോയില്ല. മാത്രമല്ല തുടക്കത്തിൽ ഇതും കൂടി നമ്മളെപ്പോഴും സുവിശേഷം പറയുമ്പോൾ നമ്മൾ പലരോടും പറയുന്ന കാര്യമാണല്ലോ, അത് വീട്ടിലായിക്കോട്ടെ, അത് കവലപ്രസംഗമായിക്കോട്ടെ, നമ്മൾ പറയുന്ന ഘോഷിക്കുന്ന കാര്യമാണ്, പാപം ദൈവത്താൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്. പല പാസ്റ്റർമാരും പല സഭകളും പറയുന്ന പാപം ദൈവം നിർമ്മിച്ചതല്ല, ദൈവത്തിന് പാപം നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് അവർ പറയുമ്പോൾ മനുഷ്യൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദൈവത്തിന് വചനമാകുന്ന ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം സകലത്തിന് ഉടയവൻ, ദൈവം സകലത്തിന് സൃഷ്ടിയെങ്കിൽ അതേ സ്തോത്രം അല്ലെ ദൈവം തന്നെയാണ് പാപം സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? ദൈവം ഇരുട്ട് സൃഷ്ടിച്ചത്, പാപത്തെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? ദൈവ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ആ അഗാധമായ സ്നേഹം, ആ ആഴമായ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പാപം വന്നത്. സ്തോത്രം. അത് നിമിത്തം എന്ത് സംഭവിച്ചു? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും അത് പാപമോചനത്തിന് വേണ്ടിയും ശാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പം അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ പാപം അത് കടന്നു വന്നത്, ഇരുട്ടിൻ്റെ അനുഭവം വന്നത്. അത് എന്തിനു വേണ്ടിയാണ്? വെളിച്ചത്തിൻ്റെ ആ രസം, വെളിച്ചത്തിൻ്റെ ആ ഗുണം ഒന്നും കൂടി ശക്തീകരിക്കാൻ വേണ്ടിയാണ്, ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് അത് ചെയ്തോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത്. അങ്ങനെ അധ്യായങ്ങൾ വരുമ്പോൾ, ചരിത്രം താഴേക്ക് വരുമ്പോൾ അബ്രഹാമും ലോത്തിൻ്റെ അതേ അവസ്ഥയെ നമ്മൾ വരുമ്പോൾ, ആ ചരിത്രം വരുമ്പോൾ ആ ഭാഗത്തിന് അവർ വേർപാട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് സ്തോത്രം ഹല്ലേലൂയ. അവർ തന്നെ മാനുഷ്യമായ ഒരു വേർപാടാണ്, മനുഷ്യൻ തന്നെ അത് ചെയ്ത ഒരു വേർപാടാണ്. എന്തായിരുന്നു അത്? അബ്രഹാമിന് സമ്പത്ത് കൂടി, അതുപോലെ ലോത്തിന് സമ്പത്ത് കൂടി. പക്ഷേ അവർക്ക് തമ്മിൽ പ്രശ്നമില്ലായിരുന്നു, അവരുടെ ഇടയന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. അവർ ഇടയന്മാർ തമ്മിൽ അതേ സ്വന്തം ഷണ്ട ഉണ്ടായി എന്ന് വചനം പറയുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 13-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. അവർ തമ്മിൽ ഷണ്ടയും പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷേ അവരുടെ ഇടയന്മാർ തമ്മിൽ ഷണ്ടയും പ്രശ്നങ്ങളുണ്ടായി. അത് നിമിത്തം അവർ വേറെ പിരിയേണ്ടി വന്നു. ഒരുവൻ സ്വതം അത് ലോത്ത് സോദോമും ഗൊമോര തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം അതിൻ്റെ എതിർവശത്തിലാണ് പോയത്. അബ്രഹാം ഇന്ന സ്ഥലം എന്ന് വേണ്ടായിരുന്നു. കാരണം യഥാർത്ഥ ഭക്തന് എവിടെ പോയാലും ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിനെ പിൻപറ്റുവാനും അവന് സാധിക്കും. അതാണ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഇന്ന സ്ഥലമോ ഇന്ന ദേശമോ അല്ല, ഈ കേരളത്തിൽ തന്നെ ജീവിച്ച് മരിക്കുക എന്നല്ലൊരു ആശയമല്ല നമുക്കുള്ളത്. വേണ്ടത് പിന്നെയോ എവിടെ പോയാലും, എവിടെ ഞാൻ കർത്താവ് എന്നെ അയച്ചാൽ, എവിടെ പോയാൽ മാത്രമല്ല കർത്താവ് എന്നെ എവിടെ അയച്ചാലും, അതായത് കർണാടക ആയിക്കോട്ടെ, ആസാം ആയിക്കോട്ടെ, ജമ്മു കാശ്മീർ ആയിക്കോട്ടെ, അതേ സ്തോത്രം നമ്മുടെ ദ്വീപ് പ്രദേശങ്ങളായ ലക്ഷദ്വീപ് ആയിക്കോട്ടെ, ആൻഡമാൻ ആയിക്കോട്ടെ, എവിടെ അയച്ചാലും അല്ലെങ്കിൽ അവിടെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന ഉറപ്പും
മനോധൈര്യം നമുക്ക് വേണം. സ്തോത്രം. അവിടെയും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പ് വേണം. അല്ലെങ്കിൽ ഗൾഫിൽ പോയാലോ അമേരിക്കയിൽ പോയാലോ മാത്രം അനുഗ്രഹം പ്രാപിക്കും എന്ന് ഈ കാലഘട്ടത്തിൽ വ്യാജമായ പൈശാചികമായ ചിന്താഗതി പെന്തക്കോസ്ത് ലോകത്തിൽ പൂർണ്ണമായി അത് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മധ്യത്തിൽ കർത്താവ് നമ്മളെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ എവിടെ പോയാലും അനുഗ്രഹത്തിന് അധിപതിയായ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരിക്കുന്നു. അത് നിമിത്തം ഞാനും എൻ്റെ കുടുംബം നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടും എന്നാണ് വചനം. ദേശം അനുഗ്രഹിക്കപ്പെട്ട നിമിത്തമായി ഞാൻ പോയി അനുഗ്രഹം പ്രാപിക്കുകയല്ല. ഇന്ന് അങ്ങനെയുള്ള എല്ലാവരും ചെയ്ത് അമേരിക്ക സമ്പന്ന രാജ്യമായതുകൊണ്ട് അമേരിക്കയിലും UK ഒക്കെ ആൾക്കാർ ഓടിപ്പോവാണ്. അപ്പോൾ അതന്നെ മനസ്സിലായാലും അത് പൈശാചികമായ ചിന്താഗതിയാണ്. അതല്ല, കർത്താവിൻ്റെ വേറെ നിമിത്തം ആരെയും പോവുകയാണെങ്കിൽ കർത്താവ് വായിക്കുകയാണെങ്കിൽ സ്തോത്രം. പക്ഷെ ജോലിക്ക് വേണ്ടി പണത്തിന് വേണ്ടിയല്ല. കർത്താവ് പറഞ്ഞ നീ കാൽ ചവിട്ടുന്ന ഇടം അനുഗ്രഹിക്കപ്പെടും. അതാണ് ശിഷ്യന്മാരും ചെയ്തത്. ഇസ്രായേൽ ജനത്തിൽ നിന്ന് പഴയ നിയമത്തിൽ ഇസ്രായേലിൽ നിന്നും ദൈവം ആഗ്രഹിച്ചതാണ്. അവർ ചിതറി, അത് ഭൂമിയിലെല്ലാം ചിതറി അവർ അനുഗ്രഹമായി തീരണം. പക്ഷേ ഇവരെല്ലാം ഒതുങ്ങി നിന്ന് അത് ഇസ്രായേലിൽ തന്നെ ഒതുങ്ങി നിന്നു. സ്തോത്രം. അതല്ല കർത്താവിന് ആഗ്രഹം. നമ്മളെ കർത്താവ് വായിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം നാം പോയി സുവിശേഷം മാറി സുവിശേഷ നിമിത്തം പോകാൻ വേണ്ടി കർത്താവ് നമുക്ക് ദൗത്യം നൽകിയിരിക്കുന്നു. അപ്പോൾ അവിടെ ആ വേർപാട് അബ്രഹാമും ലോത്തും തമ്മിലെ വേർപാടിൽ അതേ മനുഷ്യന്മാർ വേർപെട്ടു. അവർ തന്നെ അത് ചെയ്യുകയാണ്. സ്തോത്രം. കാരണം അബ്രഹാമിന് അറിയാം അത് ദൈവത്തിന് ഹിതമായിരുന്നു. ലോത്തിൻ്റെ കൂടെ അധികം നാൾ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. മാത്രമല്ല ദൈവം തന്നെ സൃഷ്ടിച്ച പ്രശ്നം, ആ ഷണ്ടയും പ്രശ്നങ്ങൾ ദൈവം തന്നെ സൃഷ്ടിച്ചതായിരുന്നു. അപ്പോൾ സമ്പത്ത് കൂടുമ്പോൾ എത്ര വലിയ പ്രസ്ഥാനമായിക്കോട്ടെ, എത്ര വലിയ കർത്തദാസനായിക്കോട്ടെ, എത്ര വലിയ പ്രവാചന വെളിപ്പാടുള്ളനായിക്കോട്ടെ, സമ്പത്ത് കൂടിയ ഷണ്ട ഉണ്ടാകും. സ്തോത്രം. അത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ, കൊച്ചു ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അനേകർ അത് നമ്മളെക്കാട്ടും നമ്മുടെ ഒപ്പമൊക്കെ നടന്നവർ അവർ കർത്താവ് അനുഗ്രഹിച്ചു, പലയിടത്തും കൊണ്ടുപോയി അവർ അനുഗ്രഹിച്ചു, ശുശ്രൂഷ നിമിത്തമായി അവർ വ്യാപിച്ചു. പക്ഷേ ഇപ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ അതേ പ്രയാസം നിറഞ്ഞ ജീവിതമാണ്. കാണുമ്പോൾ വലിയ ബംഗ്ലാവുണ്ട്, 2 വണ്ടിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, മക്കൾ അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്നു പോകുന്നു ഒക്കെ കാര്യമാണ്. പക്ഷേ ഉള്ളിൽ അതേ അവർ വരും ഹല്ലേലൂയ ദരിദ്രരായിരിക്കും, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാകുന്നു. സ്തോത്രം. എന്ന വചനപ്രകാരം ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വതം കർത്താവ് അതിനെല്ലാം നമ്മളെ അതിനെല്ലാം മാറ്റി നിർത്തി. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ക്ലാസ് കർത്താനദാസനും അത് പറഞ്ഞ ഉപമയിൽ അവസാനമാണ് നിർത്തിയ ലോകപ്രകാരമുള്ള ചിന്താതികളല്ല, അതിൽ നിന്ന് വേർതിരിച്ച് സ്തോത്രം നാം തന്നെ ദൈവ വിഷയമായി സമ്പന്നൻ ഉള്ളവരായി തീരാൻ വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. നമ്മുടെ ഇടയ്ക്ക് നമ്മൾ ആരെങ്കിലും വന്നാൽ, സഭയിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ ആര് വന്നാലും അതേ ഹല്ലേലൂയ കർത്താവിൻ്റെ ആത്മീയ വിഷയങ്ങൾ അവരോട് പങ്കുവെക്കുവാൻ, ആത്മീയ സന്തോഷം പങ്കുവെക്കുവാൻ, ആത്മീയ അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടിയ കർത്താവ് നമ്മളെ വിളിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടുന്ന് വീണ്ടും അതേ വചനം ചരിത്രം താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ലേവി ഗോത്രത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചു. തൻ്റെ വേലയ്ക്ക് വേണ്ടി ലേവി ഗോത്രത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അത് സ്തോത്രം ചെയ്യുന്നു. ലേവി ഗോത്രത്തെ കർത്താവ് അത് വിളിച്ച് വേർതിരിക്കുകയാണ്. സ്തോത്രം. അതേ അല്ലെങ്കിൽ ലേവി ഗോത്രത്തെ വിളിച്ച് വേർതിരിക്കാനുള്ള കാരണം അത് ദൈവത്തിന് വേണ്ടി യഹോവയുടെ പക്ഷത്ത് ആരുണ്ട് എന്ന് മോശ ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പാകെ ഹല്ലേലൂയ സ്തോത്രം അവർ അതേ ഇറങ്ങി തിരിച്ച് 3000 പാപം ചെയ്ത 3000 ഇസ്രായേൽ മക്കളെ അവർ കൊന്നു. ഒറ്റ ദിവസം കൊണ്ട് സ്വന്തം സഹോദരന്മാരെ അതേ സഹോദരനെന്ന് കണക്കാക്കാതെ അവർ പാപം ചെയ്ത നിമിത്തമായിട്ട് അതേ ഈ ലേവി ഗോത്രക്കാർ, ലേവി അവൻ്റെ ആൾക്കാരും അതേ ആ ഗോത്രം 3000 ഇസ്രായേൽ മക്കളെ കൊന്നു. അത് ദൈവഹിതപ്രകാരമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അത് ദൈവം അവരോട് പറയാണ് യഹോവയുടെ പക്ഷത്ത് ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഈ ഗോത്രം മാത്രമേ അത് കർത്താവിന് വേണ്ടി സ്വയമായിട്ട് വേർതിരിക്കപ്പെട്ടു. അവർ സ്വയമായിട്ട് വേർതിരിക്കപ്പെട്ടു. സ്തോത്രം. അത് നിമിത്തം അവർ അനുഗ്രഹിക്കപ്പെട്ടു. അവർ ദൈവത്തിന് ആ ഒരു ഗോത്രത്തിന് മാത്രമേ അത് ദൈവത്തിൻ്റെ വേണ്ടി ആലയത്തിലും ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ അതേ അവകാശം ദൈവം കൊടുത്തിട്ടുള്ളൂ. അതോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നത് 12 ഗോത്രത്തിൽ അതേ സ്തോത്രം ഈ ലേവി ഗോത്രത്തിൽ മാത്രമേ അതേ ദൈവത്തിൻ്റെ വേലയിൽ അതേ ശുശ്രൂഷയിൽ അതേ സ്തോത്രം ഓഹരിക്കാരായി അല്ലെങ്കിൽ വേല ചെയ്യുവാനുള്ള വലിയൊരു സൗഭാഗ്യം അവർക്ക് ലഭിച്ചതോടെ സ്തോത്രം. അത് താവഴിയായിട്ട് അഹരോൻ മുതൽ അതേ സ്തോത്രം മഹാപുരോഹിതനായ അഹരോൻ മുതൽ തൻ്റെ സകല അതേ ഗോത്രത്തിലുള്ള സകല മക്കൾക്കും ഇന്ന് വരെയും അത് ചെയ്തുകൊണ്ട് വരുന്നതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ദൈവം സ്തോത്രം ഒന്നും മറക്കുന്നത് കർത്താവല്ല. അത് തനിക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ വില കൊടുക്കുന്നോ ആ വില അത് കൊടുത്തവരെ ഓർക്കുന്ന, അത് ഈ ഭൂമിയിലായിക്കോട്ടെ സ്വർഗത്തിലായിക്കോട്ടെ അതെല്ലാം ഓർക്കുന്ന കർത്താവിൻ്റെ നല്ല മനസ്സിനോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ലേവിയെ കുറിച്ച് അതേ അവിടെ പറയുമ്പോൾ അതേ ലേവി ഗോത്രത്തിൽ അത് കർത്താവിന് വേണ്ടി
അത് വേർതിരിക്കപ്പെട്ട ജനം, അവർക്ക് സൗഭാഗ്യം ലഭിച്ച ദൈവത്തിന് ആലയത്തിന് പണിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ. അതിൽ തന്നെ പലരുണ്ട്. എല്ലാവരും ഒരുപോലെ അത് ആലയത്തിൽ കയറി സ്തോത്രം അത് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് കയറുവാൻ അധികാരം അവർക്ക് എല്ലാവർക്കും ഇല്ല. മഹാപുരോഹിതന് മാത്രമുള്ളൂ. പക്ഷേ സ്തോത്രം 23,000-ഓളം പേരാണ്. അത് ദാവീദിന്റെ സമയത്ത്, അതാണ് എൻ്റെ ഓർമ്മ, ദാവീദിന്റെ സമയത്ത് അത് എണ്ണുമ്പോൾ ലേവി ഗോത്രത്തിൽ 23,000 പേരുണ്ട്. അതിന് മുമ്പേയുള്ള കാര്യം എനിക്കറിയില്ല, ക്ഷമിക്കണം സ്തോത്രം. പക്ഷേ 23,000 പേരുള്ള കാര്യം അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അത് ദാവീദ് എണ്ണം എടുക്കുമ്പോൾ അത് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 1 ശമൂവേൽ 2 ശമൂവേൽ പറയുന്നുണ്ട്. 23,000 പേരുണ്ട്. ഏകദേശം 4,000 പേര് സംഗീതക്കാര്, 6,000 പേര് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കട്ടായി. അപ്പൊ അവര് എല്ലാവർക്കും അവർ വിറക് കീറാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ സ്വോത്രം. താങ്ക് യു. സോറി, കട്ടായി പോയി. ഞാൻ മൈക്ക് ഓൺ ആക്കി എന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ച് തുടങ്ങി, പക്ഷെ മൈക്ക് ഓൺ ആക്കിയില്ലായിരുന്നു, ക്ഷമിക്കണം. അപ്പോൾ ലേവി ഗോത്രത്തിൽ എല്ലാവർക്കും മഹാപുരോഹിതനാകാൻ സാധിക്കില്ല. മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കലേ അതേ അതിവിശുദ്ധ സ്ഥലത്ത് കയറാൻ സാധിക്കുള്ളൂ. എന്നാൽ മറ്റുള്ള പുരോഹിതന്മാർക്ക് എല്ലാവർക്കും 23,000 പേർക്കും ഓരോ ജോലി ഉണ്ട്, അല്ലെങ്കിൽ ഓരോ വേല ഉണ്ട് എന്ന് അതേ പുതിയ നിയമത്തിലോട് നമ്മോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒരു രാജകീയ പുരോഹിത വർഗമാക്കി കർത്താവ് നമ്മളെ തീർത്തു. അത് സ്വന്തം ജനം, അത് വിശുദ്ധ വർഗമൊക്കെ ആയിട്ട് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? സാധാ ഒരു വിശ്വാസിക്കും ഒരു വേലയുണ്ട്, അല്ലെങ്കിൽ വേലയിൽ ഒരു പങ്കുണ്ട്. ആരും വെറുതെക്കാരല്ല. സ്തോത്രം. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കും, പക്ഷേ ആ പ്രാർത്ഥന എല്ലാ പാസ്റ്റർമാരും പറയുന്ന പോലെ തന്നെ ഞാനത് കൂട്ടിച്ചേർക്കട്ടെ, അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ ഒതുങ്ങിപ്പോവാണ്. പ്രാർത്ഥന മാത്രമല്ല, ഒരു വിശ്വാസിക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, സുവിശേഷ പ്രവർത്തന പങ്കാളിയുണ്ട്. ചിലപ്പോൾ ഒരു ട്രാക്ട് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. എല്ലാവർക്കും സുവിശേഷം പറയാനോ പ്രസംഗിക്കാൻ സാധിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ അത് ട്രാക്ട് കൊടുക്കുവാൻ ഏതൊരു വിശ്വാസിക്കും സാധിക്കും. സ്തോത്രം. അപ്പോൾ സുവിശേഷ വേല എവിടേക്കുണ്ട് പോകാൻ വേണ്ടിയാണ് നമുക്ക് ആഹ്വാനമുള്ളത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം എന്ന് പൗലോസ്, അതായത് വെളിപ്പാടുകൾ ആദികം നിമിത്തം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് നമ്മോട് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നവരാകിയ സ്തോത്രം. പക്ഷെ പൊതുവേ നമ്മുടെ ആൾക്കാരുടെ ധാരണയാണ് പാസ്റ്റർമാരുടെ ജോലിയാണ് സുവിശേഷ വേല എന്ന്. അല്ല, നാം അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. സ്വന്തം സ്വന്തം വചനപ്രകാരം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ തോമസ് സാറ് പറഞ്ഞ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നും കൂടി അത് പറയട്ടെ. സ്വന്തം വേറെ ആരും പഴയ പാസ്റ്റർമാർ പറഞ്ഞിട്ടില്ലായിരിക്കും. പഴയ പാസ്റ്റർമാർ അവർക്കൊണ്ട് സുവിശേഷ വേലയിൽ പങ്കാളിയായി തീർത്തിട്ടില്ലായിരിക്കും. പക്ഷേ നിങ്ങളത് ചെയ്യണം. എങ്ങനെ ആയാലും സ്വത്ത് നിങ്ങൾ ബാക്കി നിൽക്കുന്ന ദിവസങ്ങളും കൊണ്ട് അതേ സുഷിയുടെ സമയം കൊണ്ട് അത് നിങ്ങളത് പറഞ്ഞ് അത് പ്രബോധിപ്പിച്ച് അതേ സ്വത്ത് ഉത്സാഹിപ്പിച്ച് അത് ചെയ്യുക തന്നെ വേണം. പ്രൈസ് ലോർഡ്. ചെറുതും വലുതുമായ ഏത് രീതിയിലായിക്കോട്ടെ, അതേ സ്വന്തം ട്രാക്ട് കൊടുക്കാനായിക്കോട്ടെ, അവർ പോകണം. ഞാൻ ഇന്നും സ്വത്രം ഇവിടെയുള്ള സഭയുടെ കൂടെ പോയി അതേ സ്വതം പെട്ടെന്ന് പാസ്റ്റർ ഞങ്ങളോട് അറിയിക്കാൻ പറഞ്ഞു. പാസ്റ്റർ വേഗത്തിൽ 3 മണിക്ക് ഞങ്ങൾ വന്ന് സ്വസ്ഥമായി ഇരിക്കുന്ന സമയമാണ്. പക്ഷേ 3 മണിക്ക് പാസ്റ്റർ കാറായിട്ട് വന്ന് 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ ചുരുക്കം അങ്ങനെ സമയങ്ങൾ 10 മിനിറ്റൊക്കെ ഒരുങ്ങിയിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഭാരിക്കും. പലവിധ പ്രയാസങ്ങളുള്ളതുകൊണ്ടാണ്. പക്ഷെ 10 മിനിറ്റ് ഞങ്ങൾ ഒരുങ്ങി. അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പോയി. മഴയുണ്ടായിട്ടും സ്വതം 2 സ്ഥലത്ത് അത് ട്രാക്റ്റുകൾ കൊടുക്കുവാനും ഭവനങ്ങൾ കയറുവാനും അതുപോലെ പരസ്യയോഗം നടത്തുവാൻ കർത്താവ് സഹായിച്ചു. 2ാമത്തെ പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം 10-15 മിനിറ്റ് പ്രസംഗിച്ചു. 5 മിനിറ്റ് കുറവുണ്ടായില്ല. അപ്പോഴത്തേക്ക് മഴ വന്ന് ഞങ്ങൾ പൂട്ടി പോരുമായിരുന്നു. അപ്പം ലഭിക്കുന്ന സമയം എല്ലാവർക്കും സന്തോഷം. മഴയാണെങ്കിലും കർത്താവ് അത്രത്തോളം 2 ഇടത്തെങ്കിലും ഞങ്ങൾക്ക് പരസ്യയോഗം നടത്തുവാനും ആ 2 ഇടത്ത് പോയി ട്രാക്ട് കൊടുക്കാൻ കർത്താവ് സഹായിച്ചുള്ള സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ. എത്ര ചെയ്തു, എത്ര പേർ രക്ഷിക്കപ്പെട്ടുവോ എന്ന് കണക്കും കാര്യങ്ങളല്ല, പക്ഷെ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബൈബിളിൽ ഇന്നും എൻ്റെ തുറക്കപ്പെട്ട ഈ ബൈബിളിൽ ഏത് ബൈബിളും ഇംഗ്ലീഷ് ബൈബിളുണ്ട്, മലയാളം ബൈബിൾ, ഇത് ഈ ബൈബിളിലെല്ലാം ഞാൻ ട്രാക്ട് വെച്ചിട്ടുണ്ട്. സ്വതം ഞാൻ കർത്തദാസ് പാസ്റ്റർ ആണെങ്കിലും അതേ ബസ്സിൽ പോയാലും ഓട്ടോ പോയാലും എവിടെ പോയാലും ഈ 5-6 ട്രാക്റ്റിൻ്റെ കയ്യിലുണ്ട്, ബൈബിൾ വെച്ചിട്ടുണ്ട്. കയ്യിൽ പിടിക്കാതെ ബൈബിൾ വെച്ചിട്ടുണ്ട്. ബൈബിൾ അല്ലാത്ത സമയത്ത് കയ്യിലുണ്ട്. പക്ഷേ എവിടെ പോയാലും അത് കൊടുക്കും, ആർക്കായാലും കൊടുക്കും. അവർക്ക് 100ാമത്തെ തവണയായിരിക്കും സ്വത്രം ലഭിക്കുന്നത്. 100ാമത്തെ തവണയായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. എനിക്കത് വിഷയമില്ല. ഞാൻ അവർക്ക് കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന അത് ഞാൻ എഴുതിയ ട്രാക്റ്റുമല്ല.
വേറെ ഏതോ ദേവദാസന്മാർ എഴുതിയതാണ്. പക്ഷെ അവർ പണം മുടക്കി സമയം മുടക്കി എഴുതിയ ട്രാക്റ്റിന് വിലയുണ്ട്. സ്തോത്രം. എനിക്ക് കൊടുക്കാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ എന്നാണ് എൻ്റെ സന്തോഷം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രൈസ് ലോർഡ്. അപ്പോൾ ലേവി ഗോത്രക്കാർക്ക് ഓരോരുത്തർക്കും ഒരു വേലയുണ്ട്. ഞാൻ വിറക് കീറാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ലേവി ഗോത്രക്കാരൻ ആകാതിരിക്കുകയില്ല. എനിക്ക് സ്വർഗീയ വിളി ലഭിച്ചില്ല എന്ന് പറയാൻ നമുക്ക് സാവകാശമില്ല. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും അത് വിളിച്ച് വേർതിരിച്ച് വീണ്ടെടുത്തത് കർത്താവിന് വേലക്കാരെ വേല ചെയ്യാൻ വേണ്ടി തന്നെയാകുന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹലോ, വീണ്ടും നമ്മൾ താഴേക്ക് വരുമ്പോൾ സ്തോത്രം, അത് ഈ വേർപാട് കാര്യത്തിൽ അത് ശക്തമായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ അത് നമ്മുടെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തല്ലോ ആ കർത്താവ്. സ്തോത്രം. പുതിയ നിയമത്തിലെ അത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയാണ്, പ്രവാചകന്മാരും അത് ഉപദേഷ്ടക്കന്മാരായവർ അവർ സഭയിലുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരും ഉപദേഷ്ടക്കന്മാരും എല്ലാവരും ചേർന്ന് അവർ സഭയിൽ അത് ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവർ ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായിക്കും. അതെ, എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും ഉണ്ടായിരുന്നു. 2-ാം വാക്യം പറയുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവാണ് അവിടെ പറയുന്നത്. ദൈവം പറയുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് യേശു ക്രിസ്തു താൻ തന്നെ ഇവിടെ വന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ 3 വർഷത്തിൽ യേശു പഠിപ്പിച്ച, യേശു ചെയ്ത, യേശു പറഞ്ഞ ഒത്തിരി ഉദ്ധരണികൾ, ഉപമകൾ, അത്ഭുതങ്ങളൊക്കെ നമ്മൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തോത്രം. ഈ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ പറയാണ് പരിശുദ്ധാത്മാവ് പറയാണ്. ചില ഇടങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. കാരണം അത് പരിശുദ്ധാത്മാവിന് ഇന്ന് വരെയുള്ള കാലം പരിശുദ്ധാത്മാവിൻ്റെ കാലമാണല്ലോ, പെന്തക്കോസ്ത് നാൾ മുതൽ ഈ സമയം വരെ. അപ്പോൾ ഇവിടെ വ്യക്തമായി പറഞ്ഞു, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആരാധന വേണം, ഉപവാസം വേണം. അത് പ്രവാചകനായിക്കോട്ടെ, ഉപദേഷ്ടാവായിക്കോട്ടെ, ഏത് വയസ്സുള്ളവരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും അതേ പ്രാർത്ഥനയും ഉപവാസം വളരെ ആവശ്യമുള്ള കാര്യമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് ഞാൻ അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. അപ്പോൾ ദൈവസഭ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ഇന്നും സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രവാചകന്മാരാണ് കൂടുതൽ അത് കാര്യം ഏറ്റിരിക്കുന്നത്. അല്ല, ഞാൻ പല സഭകളിൽ പോയി ശുശ്രൂഷിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ല, പ്രവാചകനെ വിളിച്ച് പ്രവാചകനല്ല. അത് വ്യക്തമായി എൻ്റെ ആഗ്രഹം ഞാൻ പലയിടത്തും അത് കേട്ടിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾ നിമിത്തമായി സഹോദരിമാരോട്, സഹോദരന്മാരോട്, സഭാ പാസ്റ്ററോടൊക്കെ നമ്മൾ ആ ഉപവാസ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഗസ്റ്റ് ഇല്ലാതെ ദൈവത്തിന് ആത്മാവ് സംസാരിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. ഒരു ദേവദാസൻ വന്ന് വെളിപ്പാട് പറഞ്ഞ് പോകുന്ന വിഷയം അത് വേറായിരിക്കണം. നമ്മൾ കാണാം, അത് നമ്മൾ ക്ഷണിച്ചു വന്ന. പക്ഷേ നാം ക്ഷണിക്കാതെ വരുന്ന ഒരാളാണല്ലോ പരിശുദ്ധാത്മാവ്. ഏത് സമയം നമ്മുടെ കൂടെയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ്. അവർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പേൻ. സഭയ്ക്ക് വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, പിന്നെയോ എനിക്ക് വേണ്ടി വേർതിരിപ്പാൻ. സ്തോത്രം. ആ സൗഭാഗ്യം ഇവിടെ ഈ സൂമിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ ലഭിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. ദേവദാസന്മാർ ഭാര്യമാർക്ക് ലഭിച്ചോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പറയും എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് നമുക്ക് ഇന്ന് ആവശ്യം. സ്തോത്രം. ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇരിപ്പാൻ നമുക്ക് സമയമില്ല. പല തടസ്സങ്ങളാണ് പലരും പറയുന്നത്. ഇരിക്കാത്തതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവാചകന്മാരെ പൈസ കൊടുത്ത് വിളിക്കുന്നത്. കാരണം നമുക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സമയത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമയത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് സമയം ഉള്ളപ്പോൾ അത് തൻ്റെ സൃഷ്ടിയായ, വെറും സൃഷ്ടിയായ, അല്പമായ, ദൈവം തരുന്ന അല്പമായ വെളിപ്പാടും ദർശനം എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്ന നമ്മുടെ പ്രവാചകന്മാർ പറയണം, അവർക്ക് സമയമില്ലാതെ ഓടുമാറാക്കുന്ന പ്രവൃത്തി, പറക്കുമാറാക്കുന്ന പ്രവൃത്തി. സ്തോത്രം. ദൈവസ്ഥലിൽ ഇരിക്കാം. അവരെന്നാൽ സഭയോട് പറയുന്നില്ല നിങ്ങൾ ഇരുന്ന് നിങ്ങൾ പ്രാപിക്കണമെന്ന്. ആ സഭയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യ പിതാക്കന്മാർ ചെയ്തു, അതുകൊണ്ട് ദൈവപ്രവൃത്തി കണ്ടു. ഇന്ന് ചെയ്യാത്തതുകൊണ്ട് ദൈവപ്രവൃത്തി ഇല്ല. സ്തോത്രം. സമയം വില കൊടുത്താലേ നാം വില കൊടുത്താലേ അതിന് വില നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമ്മുടെ പിതാക്കന്മാർ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നു. ദൈവവചനം ശക്തമായി നമ്മോട് അത് പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു എനിക്ക് വേണ്ടി വേർതിരിപ്പിൻ.
ആരൊക്കെ വേർതിരിക്കണം പരിശുദ്ധാത്മാവ് പറയും. സ്തോത്രം. മാത്രമല്ല സ്വയമായിട്ട് നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ. അവിടെ പറയാണ് അപ്പോൾ വേർതിരിച്ചു. മാത്രമല്ല ഈ വെളിച്ചവും ഈ ഇരുട്ടിൻ്റെ അനുഭവത്തിലൊക്കെ ദൈവം വേർതിരിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ് ഇനി ഇരുട്ടുണ്ടാകുകയില്ല. ഇനി വെളിപ്പാട് പുസ്തകം അതേ പുതിയ ആകാശം പുതിയ ഭൂമി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് പറയാണ് ഇനി അവിടെ ഇരുട്ടില്ല, ഇനി അവിടെ വെളിച്ചവും വേണ്ട. കാരണം അതേ ദൈവം തന്നെ ആകുന്ന അവിടുത്തെ വെളിച്ചം. ദൈവമാണ് തൻ്റെ ജനത്തിന് വെളിച്ചവും അതേ ആശ്വാസമെല്ലാം ദൈവം തന്നെ ആകുന്നു. ഇനി അവിടെ മരണമില്ല, ഇരുട്ടില്ല, അതേ ഒന്നും വെളിച്ചമില്ല, വെളിച്ചത്തിന് പോലും ആവശ്യമില്ല. സ്തോത്രം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ദൈവം അതേ വെളിച്ചത്തെയും ഇരുളിനെയും ദൈവം വേർതിരിച്ചപ്പോൾ സ്തോത്രം അത് ഇനിയും ദൈവം പറയാണ് അത് ഒന്നാമത്തെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം അത് വെളിച്ചത്തെ വേർതിരിച്ച് അതേ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ആ കൽപ്പന അത് സംഭവിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം തീരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിത്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവം പറയാണ് ഈ വേർതിരിച്ച ഞാൻ ഹല്ലേലൂയ ഈ വെളിച്ചത്തെ ഞാൻ വീണ്ടും ഒന്നാക്കും. പ്രൈസ് ലോർഡ്. വെളിച്ചം ആയ മൊത്തം പൂർണ്ണ വെളിച്ചമായ ഞാൻ തന്നെ അവിടെ വെളിച്ചം നിങ്ങൾക്ക് വെളിച്ചമായി തീരും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആകുന്നു ഒരു ഭക്തൻ്റെ യഥാർത്ഥ പ്രത്യാശ. അവിടെ പോയാൽ എനിക്ക് ലഭിക്കുന്ന കിരീടങ്ങളോ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒന്നുമല്ല വിഷയം. ഞാൻ എൻ്റെ പിതാവിനെ കാണാൻ പോകുന്നു. ഞാൻ ഹല്ലേലൂയ എൻ്റെ കാന്തനെ കാണാൻ പോവുകയാണ്. ഞാൻ എൻ്റെ രാജാവിനെ കാണാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. അവൻ്റെ മുമ്പാകെ ആ 24 മൂപ്പന്മാർ കിരീടങ്ങൾ താഴെ വെച്ച് ഏറ്റവും വലിയ ഉദാഹരണം അതാണല്ലോ. അവർക്ക് കിരീടമൊന്നും വിഷയമില്ലായിരുന്നു. അവർ കിരീടങ്ങൾ താഴെ വെച്ച് അവർ ദൈവത്തിന് മുമ്പേ സാഷ്ടാംഗം വീണു. യോഗ്യനായ ദൈവത്തിന്റെ കുഞ്ഞാടിന് അർക്കപ്പെട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ഘോഷിക്കുന്ന സകല മുഴങ്കാലും മടങ്ങുന്ന സ്തോത്രം. ആ അനുഭവത്തിൽ അത് എനിക്കും കൂടി ചേരാലോ, നമുക്ക് കൂടി ചേരാലോ എന്ന സന്തോഷമാണല്ലോ നമ്മളെ ഭരിക്കുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്ന് ഞാൻ ആ ചിന്ത നിങ്ങളെയും ഭരിക്കുന്ന എൻ്റെയാണ് വിശ്വാസം. സ്തോത്രം. പക്ഷെ എന്നാൽ ഇന്ന് നമ്മുടെ ഈ പെന്തക്കോസ്ത് ലോകത്തിൽ അതെല്ലാം മാറിപ്പോയി. ആ ചിന്തകളെല്ലാം മാറിപ്പോയി. സ്തോത്രം. വേറെ എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്യുന്നത്, എന്തൊക്കെ ലഭിക്കും. അവിടെ പോയി മരിച്ച എൻ്റെ ഡാഡിയെ കാണും, എൻ്റെ മമ്മിയെ കാണും, എൻ്റെ ഭാര്യയെ കാണും, എൻ്റെ മക്കളെ കാണും എന്നൊക്കെയാണ് അതേ സ്വതം ഈ നമ്മുടെ പഴയ അല്ലെ വിട്ടുപോകുന്ന ക്രൈസ്തവ സ്വതം നമ്മുടെ സഭകൾ ക്രൈസ്തവ പള്ളികളുടെ ആ മാനുഷ്യമായ താഴ്ന്ന സ്വതം ചിന്താഗതിയാണ് ഇപ്പോൾ നമ്മുടെ പെന്തക്കോസ്തുകാരെ ഭരിക്കുന്നത്. അല്ല. യേശു അത് പഠിപ്പിച്ചിട്ടില്ല, യേശു പറഞ്ഞിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ഹല്ലേലൂയ അതേ സ്വർഗം തന്നെ ദൈവത്തിന് അടുക്കൽ നാം പോകുമ്പോൾ അവനെ കാണാൻ പോവുകയാണ്. സ്തോത്രം. അതല്ലേ നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ അതേ ആ കാന്തയായ നാം കാന്തനെ കാണാൻ അതേ കാലമായാലോ എന്ന് ഇവിടെ പാടുമ്പോൾ അവനെ കാണാൻ വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. എന്നെ അതിനുവേണ്ടി വിശുദ്ധീകരിച്ച് എന്നെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി നിൽപ്പാൻ വേണ്ടിയാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ കുറച്ച് ഒട്ടുമില്ല. മരിച്ചുപോയ നമ്മുടെ മക്കൾ അത് 2 വയസ്സിൽ 1 വയസ്സിൽ അല്ലെങ്കിൽ വയറ്റിൽ വെച്ച് തന്നെ അത് കുഞ്ഞ് മരിച്ചുപോയ അനുഭവങ്ങൾ 12-ാം വയസ്സിൽ അല്ലെങ്കിൽ 50-ാം വയസ്സിൽ ഹല്ലേലൂയ 19-ാം വയസ്സിലൊക്കെ കുഞ്ഞ് ഇവിടെ എൻ്റെ ഭാര്യയുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച IPCയിലെ കർത്തൃ സഹോദരി അല്ലെങ്കിൽ ദൈവദാസിയും IPCയിലെ വേലക്കാരാ അവരെ മോൻ 19 വയസ്സുകളിൽ മരിച്ചു. ഇന്നും അവർക്ക് ദുഃഖമാണ്. കാരണം ദുഃഖം മനുഷ്യമേ ഉണ്ടാവും. പക്ഷേ ആ ദുഃഖത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിജീവിക്കാൻ വേണ്ടിയ കർത്താവ് നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നത്. ഏത് സമയത്ത് മരിക്കുമെന്ന് ഉറപ്പ് വേണം. നാളെ എൻ്റെ ഭാര്യ മരിക്കും, എൻ്റെ ഭർത്താവ് മരിക്കും, എൻ്റെ മക്കൾ മരിക്കും എന്നൊരു ചിന്ത നമുക്ക് വേണം. സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ വിളിച്ച് വേർതിരിച്ചത്. മറ്റുള്ളവർ പോലെയല്ല. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അവിടെയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ആ ചിന്താഗതിക്ക് വ്യത്യസ്തമായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നാളെ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരിക്കും, മക്കൾ മരിക്കും, എൻ്റെ സഭാവിശ്വാസികൾ മരിക്കും, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ മരിക്കും. സ്തോത്രം. പക്ഷേ മരിച്ചാൽ ഞാൻ അവരെ കാണാൻ വേണ്ടിയല്ല അവിടെ പോകുന്നത്. മാത്രമല്ല ആ മരണ ദുഃഖം ചില ദിവസങ്ങൾ സമ്മതിച്ചു, അതുണ്ടാകണം, മനുഷ്യമാണല്ലോ. പക്ഷേ എന്നും ആ ഒരു ദുഃഖം നിമിത്തം എൻ്റെ ശുശ്രൂഷയെ ബാധിക്കാൻ പാടില്ല, എൻ്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല. എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവമക്കൾ അവരുടെ വീട്ടിലുള്ള ഒരു വേർപാട് നിമിത്തം അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വ്യക്തമായി അത് പറയാം, കാരണം അത് അറിയുന്ന കാര്യം. സ്തോത്രം. പാസ്റ്റർമാർക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, സാധാ വിശ്വാസികൾക്ക് അവർ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവർ ജോലിക്ക് പോയാൽ പലവിധമായ ബുദ്ധിമുട്ടാണ്. പല കാരണം ഇന്നും ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന സ്ഥിരം കരച്ചില്ല അവർക്ക്. സ്തോത്രം. കാരണം എന്താണ്? അവരിൽ ഒത്തിരി പ്രത്യാശ വെച്ച് പോയി. കർത്താവിൽ പ്രത്യാശ വെക്കാതെ, കർത്താവിൽ ആശ വെക്കാതെ മക്കളിലും ഭാര്യയിലും അതേ മറ്റുള്ള മാനുഷികമായ മനുഷ്യരിൽ അവർ പ്രത്യാശയും ആശയം വെച്ചുകൊണ്ട് ആ ആശയം പ്രത്യാശയും അത് മങ്ങിപ്പോയപ്പോൾ അല്ലെങ്കിൽ മാറിപ്പോയപ്പോൾ അവർക്ക് അവിടെ തലയ്ക്ക് സ്ഥിരത വിട്ടുപോയി.
പ്രൈസ് ദി ലോർഡ്. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വർഗ്ഗത്തിന് ദൈവം കാണുമ്പോൾ ദൈവം കരയാണ്. സ്തോത്രം. ദൈവം യഥാർത്ഥമായി വിലപിക്കുന്നു. കാരണം രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ച കർത്താവ് കഷ്ടം അനുഭവിച്ച്, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു. കാൽവി ക്രൂശിൽ ഹീനമായി മരിച്ചു. നഗ്നനായി അവനെ കൊന്നു എന്നാണ് ആണല്ലോ നമ്മൾ വിശ്വസിക്കുകയും അങ്ങനെ വചനം പഠിപ്പിക്കുകയും ചെയ്യും. നഗ്നനായി അവൻ കാൽവി ക്രൂശിൽ. പോകുന്നവരെല്ലാം വടക്കോടും തെക്കോടും പോകുന്നവരെല്ലാം പരിഹസിച്ചു, അട്ടഹസിച്ചു. നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് കള്ളന്മാർ പറഞ്ഞു. അത്രയൊന്നും നിന്ന നമ്മൾ സഹിച്ചിട്ടില്ല. സ്തോത്രം. ആ കർത്താവിൽ കാണുമ്പോൾ എൻ്റെ മക്കള് അവർ കരയുന്നത്, സ്തോത്രം, അവർക്ക് അറിയാം ഈ ലോകത്തിൽ മരണമുണ്ട്. എന്നിട്ടും ഭാര്യയും ഭർത്താവിനെയും മക്കളൊക്കെ സ്നേഹിച്ചിട്ട് അവർ മരിച്ചു പോകുമ്പോൾ അവർ നിമിത്തം അവർ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമങ്ങൾ എവിടെ എന്ന് പറയുന്ന വചനമൊക്കെ വ്യർത്ഥമായി പോകുകയാണോ എന്നൊരു സംശയം. സ്തോത്രം. അല്ല, അതിനുവേണ്ടിയല്ല നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രത്യാശയുണ്ട്. സ്തോത്രം. ആ പ്രത്യാശയിൽ ജീവിപ്പാനും കർത്താവിനെ കൂടുതൽ പ്രയോജനപ്പെടുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സ്തോത്രം ഹല്ലേലൂയ കൂടുതലായി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ സ്വന്തം കർത്താവിന് വേണ്ടി ഹല്ലേലൂയ അതേ സകലവും അത് കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു വേർപാട് അനുഭവിച്ചൊരു കർത്താവ്, നല്ലൊരു മാതൃക, ഏറ്റവും വലിയ മാതൃക യേശു തന്നെ ആകുന്നു. എന്ത് ചെയ്തു? യേശു പിതാവിൻ്റെ അതേ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു നമുക്ക് വേണ്ടി. അതേ ഹല്ലേലൂയ. ആ കർത്താവ് ഹല്ലേലൂയ പറയാണ്, അതേ പിതാവായ ദൈവത്തിൽ നിന്ന് ഒരു വേർപാട് അനുഷ്ഠിച്ചു 33 വർഷം. നമുക്ക് 33 വർഷം പറയാൻ എളുപ്പമാണ്. പക്ഷേ ദൈവം ഹല്ലേലൂയ അതേ ദൈവം തൻ്റെ ആ സമത്വം മുറുകെ പിടിക്കാതെ അത് വേർതിരിവ്, ആ വേർപാട് അനുഷ്ഠിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ ആണ്ടുകളുടെ വ്യത്യാസമായിട്ടാണ് പിതാവിനും മകനും തോന്നിയത്. അതുകൊണ്ടല്ലേ യേശു മരിച്ചപ്പോൾ അതേ നഗ്നത കാണാൻ പറ്റാതെ ഭൂമിയെല്ലാം ഇരുണ്ടുപോയി എന്ന് വചനം പഠിപ്പിക്കുന്നു. പിതാവായ ദൈവം കണ്ണടച്ചു എന്ന് അതേ ചരിത്രകാരന്മാർ പറയുന്നു. ഞാനും വിശ്വസിക്കുന്നു. പിതാവിന് തൻ്റെ മകൻ്റെ ആ നഗ്നത കാണാൻ പറ്റാതെ, മനുഷ്യ രൂപത്തിൽ ആ മനുഷ്യന്മാർ നഗ്നത കാണാൻ പറ്റാതെ, സഹിക്കാൻ പറ്റാതെ പിതാവ് കണ്ണടച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. ദൈവം കണ്ണടച്ചപ്പോൾ പ്രകൃതി ഇരുട്ടായി, സകലവും ഇരുട്ടായി. ദൈവമക്കളെ, ആ കർത്താവിൻ്റെ സ്തോത്രം ഹല്ലേലൂയ. ആ വേർപാട് അവൻ മരിക്കാൻ വേണ്ടി തന്നെ ആകുന്നു പിതാവിന് അറിയാം. പക്ഷേ ആ അനുഭവം വന്നപ്പോൾ പിതാവിൻ്റെ കണ്ണ് അടഞ്ഞു പോയിട്ടുണ്ടാവും. സ്തോത്രം. ആ പിതാവ് ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ ഒന്നും. പിന്നെയും ഞാൻ ആവർത്തിക്കട്ടെ, സാറ് പറഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൻ്റെ അവസാനം അതേ സ്തോത്രം ഹല്ലേലൂയ സ്വർഗീയമായ പിതാവിൻ്റെ സ്തോത്രം അല്ലെ ഇഷ്ടപ്രകാരം അവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതേ സ്തോത്രം ഹല്ലേലൂയ സമ്പത്തുള്ളവരായി തീരുവാൻ, സ്വർഗീയ വിഷയത്തിൽ ദൈവിക വിഷയത്തിൽ സമ്പത്തുള്ളവരായി തീരുവാൻ. ഇവിടെ നമുക്ക് വീടില്ലെങ്കിലും കാറില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അതേ ശുശ്രൂഷയിലും വേണ്ടുവേണ്ടത് വെളിപ്പാട് ദർശനം ഇല്ലെങ്കിലും മറ്റുള്ള നമ്മുടെ സെൻറ്ററിലുള്ള കർത്തദാസന്മാർ നമ്മളെ നിന്ദിച്ചാലും പരിഹസിച്ചാലും സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാകുന്നു, ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാകുന്നു എൻ്റെ കുടുംബം, എൻ്റെ സഭ അതുപോലെ ആകുന്നു എന്ന് പറയുവാൻ ധൈര്യം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകട്ടെ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ ഒരു സഭയും കൂടി ഹല്ലേലൂയ അതേ കാണിച്ച ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഇപ്പം ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞ ഫിലിപ്പിയർ 4:15-16 ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ അതേ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. അവിടെ പൗലോസ് മനുഷ്യന്മാർ വേർതിരിവ് കാണിക്കുകയാണ്. എന്ത് വേർതിരിവ്? സ്തോത്രം. ജാതി നിമിത്തമല്ല, എന്താ സ്തോത്രം ഹല്ലേലൂയ. അതായത് നമ്മുടെ മുഖം കളർ അല്ലെങ്കിൽ കറുപ്പോ വെളുപ്പോ നിമിത്തമല്ല, പണം നിമിത്തമല്ല, ദരിദ്രനും പണം തമ്മിൽ അങ്ങനെയുള്ള വേർതിരിവല്ല. പിന്നെയോ ഇവിടെ പറയാണ് ഈ വേർതിരിവ് എന്താണ്? ഈ സഭയെക്കുറിച്ച് പറയാണ്, ഈ സഭ മറ്റുള്ള സഭകളെക്കാൾ വേറെ ആരും എന്നെ സഹായിക്കാതിരുന്നപ്പോൾ ഈ ഫിലിപ്പിയ സഭ എനിക്ക് സഹായിച്ചു. സ്തോത്രം. സുവിശേഷ ഘോഷണത്തിൽ അവരെന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ വേർതിരിക്കുന്നു, മറ്റുള്ള സഭകളിൽ നിന്ന് വേർതിരിക്കുന്നു. മറ്റുള്ള എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ചെയ്തവരായ അവരെയും ഞങ്ങളെയും നമ്മയും കർത്താവ് ഓർക്കുന്ന നാളുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകാനും ഓടുവാൻ നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ സ്വന്തം വെളിച്ചം നല്ലതെന്ന് കണ്ട് ദൈവം
വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിച്ചു. അതേ ദൈവം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി വെളിച്ചം ഉണ്ടാകുകയില്ല, വെളിച്ചത്തിന് ആവശ്യമില്ല, അത് ഞാൻ തന്നെ നിങ്ങളുടെ വെളിച്ചമാകുന്നു. അല്ല, അനേക വേർതിരിവുകളെ കുറിച്ച് ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ വേർപാട് അനുസരിച്ച് ജീവിപ്പാൻ, അതേ നമ്മുടെ സഭകളെ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ, കൂട്ടു ദേവദാസന്മാരൊക്കെ അത് ഈ സത്യം അത് അവർ പങ്കുവെക്കുവാൻ, നാം പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് ബുദ്ധിയില്ല, നമ്മൾ പൊട്ടന്മാരൊക്കെ അവർ പറഞ്ഞാലും, അതേ മാനുഷ്യമായ നമ്മളെ നിന്ദിച്ചാലും വേണ്ടില്ല, കുഴപ്പമില്ല, സാരമില്ല എണ്ണിക്കൊണ്ട് ഞാൻ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കും എന്ന് ആ പ്രഖ്യാപനത്തോടെ വിശ്വാസത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മളെല്ലാം ധൈര്യമായി സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ വചനം കൊണ്ട് ദൈവത്തിന് ആത്മാ നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. സമയം നൽകിയ ദേവദാസന്മാർ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. മാറാനാഥ. ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ, ഈ സന്ധ്യയിൽ കർത്താവിന് ദാസൻ കൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാഗം സൂക്ഷിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയല്ലോ. വേർപാടെന്ന വിഷയത്തോടനുബന്ധിച്ച് ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. വെളിച്ചം നല്ലത് എന്ന ദൈവം കണ്ടു, ഇരുളിനെയും ദൈവമായ കർത്താവ് വേർതിരിച്ചു. അതിനകത്ത് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കുവാൻ കഴിയുന്നത്, ഒരു മനുഷ്യന് പകല് മുഴുവനും അധ്വാനിച്ചു, രാത്രിയിൽ ഒരല്പം ആശ്വാസത്തിന് വേണ്ടി ഇരുളിനെ വേർതിരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ കാട്ടുമൃഗങ്ങളൊക്കെയും അതിൻ്റെ ഇരയ്ക്കായി രാത്രിയിൽ മുഴുവനും പ്രവേശിക്കുന്നു. എന്നാൽ രാത്രിയിൽ മനുഷ്യൻ അവന്റെ വിശ്രാമത്തിന് വേണ്ടി ആയിരിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ അവരുടെ ആഹാരത്തിന് വേണ്ടി ഇരുളിനെ ഉപയോഗിക്കുന്നു. അത് എല്ലാം പറഞ്ഞു പോകാനുള്ള പിന്നെ വേർപാടെന്നുള്ള വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ അതിൽ കൂടെ നമുക്ക് പറയുവാൻ കഴിയും. കർത്താവിനദാസനോട് കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നല്ലോ. നമുക്ക് ലോകത്തിലൊരു വേർപാടുണ്ട്. കുടുംബത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, ദേശത്ത് നിന്ന്, സമൂഹത്തിൽ നിന്നൊക്കെ നമുക്ക് വേർപാട് അനുഭവിക്കേണ്ടി വരും. ആ സമയത്തൊക്കെയും കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ അതിന് വേർപെട്ട അനുഭവം വരുമ്പോൾ അതിലേക്ക് ലയിച്ചു പോകുവാനല്ല. ഈ ലോകത്തിൽ നമുക്ക് വേർപാട് ആവശ്യമാണ്, വേർപെട്ടേ മതിയാകുകയുള്ളൂ. എന്നാൽ അതിനുശേഷം കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു വലിയ സുദിനത്തിന് വേണ്ടി അതും ദൈവദാസൻ പറയുവാനിടയായി തീർന്നല്ലോ. നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായ നിത്യതയിൽ കർത്താവിനോടുകൂടെ 1000 വർഷങ്ങൾ കർത്താവിനോടുകൂടെ ആ നിത്യത മുഴുവൻ അവനോടുകൂടെ ആയിരിക്കാൻ, നമ്മുടെ തേജസ്സാകുന്ന കർത്താവിനോടുകൂടെ വസിക്കുവാൻ ദൈവമായ കർത്താവ് വേർതിരിച്ചിരിക്കുന്നു. ആ വേർപാട് നമുക്ക് പിന്നെയും സന്തോഷിപ്പാൻ സ്വർഗ്ഗം ഇടയാക്കുമാറാകട്ടെ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. തനിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതെ ദൈവത്തിൽ നിന്നതായി ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ആയതുപോലെ നമ്മൾ ഈ ലോകത്തിലുള്ള എന്തെല്ലാം നഷ്ടപ്പെടും, പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പൈശാചിക ബന്ധനാവസ്ഥകളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേർപെട്ട് ജീവിക്കേണ്ട അനുഭവം നമുക്കുണ്ട്. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് വേർപെട്ട് ജീവിക്കുമ്പോൾ നിത്യതയിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ, അവന്റെ മുഖം ദർശിക്കുവാൻ, അവന്റെ തേജസ് പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ രാജേഷ് ദിനേശ് പ്രാർത്ഥിച്ച് ആശീർവാദം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ചെല്ലുന്നൊരു ആവശ്യമില്ല. പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഞായറാഴ്ചയുടെ സന്ധ്യയിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൃപ നൽകിയതിനാൽ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് ലീഡ് ചെയ്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയരാജൻ മാസ്റ്റർ ആന്റിക്കായി സ്തോത്രം. ദൈവത്തെ അനുഗ്രഹിക്കുന്നല്ലോ. നാളിതുവരെ കർത്താവെ അവരുടെ ശുശ്രൂഷയോട് ദൈവം കാണിച്ചു എല്ലാ സ്നേഹത്തിനും കരുതലും പറയുന്നു. വേർപാട്, ലോകത്തോടുള്ള വിശുദ്ധന്മാരുടെ വേർപാട്, കർത്താവെ ഈ ലോകത്തിൽ ഞങ്ങൾ കർത്താവെ വേർപെട്ടവരായി ജീവിക്കുന്ന അനുഭവത്തെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനോട് ചേരുവാനുള്ളവരാണെന്നുള്ളൊരു പ്രത്യാശ ജീവിക്കുവാനും ദൈവം സഹായിക്കുന്നതിനാണ് ഞങ്ങൾ ബലപ്പെടുത്തിയല്ലോ. ദൈവത്തിലേക്ക് കൂടുതലിരിക്കുന്ന കൃപകൾ, കൃപാവരങ്ങളൊക്കെയും ഞങ്ങളുടെ നാമം മഹത്വത്തിന് വേണ്ടി ജ്വലിപ്പിക്കുവാൻ ദാസന ദൈവം വേണ്ടി സഹായിക്കേണ്ടതിനാണ്. രാത്രി കർത്താവെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസിദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാവരും ഞങ്ങളുടെ ഈ ബ്ലസ്മയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് നടത്തേണ്ടതിനായി സ്തോത്രം. എല്ലാ ഞായറാഴ്ചകളിലും ഒരുമിച്ച് കൂടുക
കൂടുവാൻ വിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി കർത്താവേ എല്ലാവരെയും സമസ്ത ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. കുഞ്ഞുങ്ങൾ പിരിയട്ടെ, പിരിയാത്ത സാന്നിധ്യം കൃപ ഞങ്ങളുടെ കൂടിയിരിക്കും. നമ്മെ ഞങ്ങൾ വീണ്ടും കർത്താവ് മീഡിയയിൽ കാണുന്നതുവരെയും കർത്താവിന്റെ കൃപയെ ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥന മഹത്വങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പുനനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ.